ക്ഷമയുടെ നെല്ലിപ്പലക. നമ്മൾ കേട്ടിട്ടുള്ള ഒരു വേർഡാണ് ക്ഷമയുടെ നെല്ലി. നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നെല്ലിപ്പലക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. അത് നെല്ലിമരത്തിൻ്റെ പലകയാണ് നെല്ലിപ്പലക എന്ന് പറയുന്നത്. നെല്ലിമരം കറക്റ്റായിട്ട് പലക രീതിയിൽ ഉണ്ടാക്കിയ ഭാഗത്തിനാണ്, അതുപോലുള്ള പലകയ്ക്കാണ് നെല്ലിപ്പലക എന്ന് പറയുന്നത്. പക്ഷേ ഇത് എവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ പറയുന്ന ക്ഷമയുടെ നെല്ലിപ്പലക എന്ന് പറയുന്ന പഴഞ്ചൊല്ലിന് അർത്ഥമുണ്ടാകുന്നത്. അതായത് പണ്ട് കാലങ്ങളിൽ കിണറിൻ്റെ അടിത്തട്ട് ഈ ചള്ള അല്ലെങ്കിൽ ചേറ് അല്ലെങ്കിൽ ഈ മൃദുവായ മണ്ണ് ഇളകാതിരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു പലകയായിരുന്നു നെല്ലിപ്പലക. ഈ നെല്ലിപ്പലക കൊണ്ട് പല ഗുണങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ട്. അതായത് വെള്ളത്തിൻ്റെ pH ലെവല് നോർമലാക്കും, പിന്നെ വെള്ളത്തിന് ഒരു ചില സ്വീറ്റ്നെസ് കൊണ്ടുവരും എന്നൊക്കെ പറയുന്നതാണ്. ഇതിൻ്റെ അകത്ത് ചില ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊന്നും ബേസിക്കലി എത്രമാത്രം അതിൻ്റെ അത് സത്യമുണ്ട് എന്നറിയത്തില്ല. പക്ഷേ പലക കൊണ്ട് ഉപയോഗം ഉണ്ടായിരുന്നു. കാരണം ഈ അടിയിൽ നിന്ന് ഈ ചള്ള ഇളകാതിരിക്കാൻ വേണ്ടി. കാരണം പണ്ട് കാലത്തെ കിണറുകളെല്ലാം നമ്മൾ ഈ തൊട്ടിയിട്ടിട്ടാണ് വെള്ളം കോരുന്നത്. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ വെള്ളം നന്നായിട്ട് ഇളകുമ്പോൾ ഈ ചള്ളയെല്ലാം കൂടി ഇളകി വരാതിരിക്കാനായിട്ട് ഇടുന്ന പലകയാണ്. നെക്സ്റ്റ് ടൈം ക്ഷമയുടെ നെല്ലിപ്പലക എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏറ്റവും ക്ഷമയുടെ ഏറ്റവും എൻഡിലെത്തിക്കാനും ഏറ്റവും അവസാനം അത് ഏറ്റവും അടിത്തട്ടിലെത്തി എന്നാണ് അതിന് അർത്ഥമാക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈം ക്ഷമയുടെ നെല്ലിപ്പലക എന്ന് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഇത് ചിന്തിക്കുമല്ലോ. നിങ്ങൾ കേട്ടിട്ടുണ്ട്, കവാത്തിനെ പറ്റി കേട്ടിട്ടുണ്ട്. എന്താണ് ഈ കവാത്ത്? കവാത്ത് എന്നാണെന്ന് നാളെ പറയുന്നതായിരിക്കും.